Hey guys, welcome back to our channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എവിടെയാ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഇന്ന് പൂജയുള്ള ദിവസമാണ്. അപ്പം മാസത്തിലൊരിക്കലാണ് തറവാട്ട് ക്ഷേത്രത്തിൽ പൂജ ഉണ്ടാവുള്ളൂ. അപ്പം ആ പൂജ ദിവസമാണ്. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ ഇതുവരെ അമ്പലം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ ആ ഒരു ക്ലിപ്പിങ്സ് പോലെ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ കൊടുക്കുകയെ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പം എന്നാൽ നമ്മുടെ ഇന്നത്തെ അപ്പം അഖിലുണ്ട്, നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ആ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. സോ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ഇടാട്ടാ, എന്നാലേ ഞാൻ എന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ലഭിക്കുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പം മാസത്തിലൊരിക്കലാണ് നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടാവുള്ളൂ, അപ്പം നട തുറക്കുള്ളൂ. അപ്പോൾ പിന്നെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ അമ്പലത്തിൽ നട തുറക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ മാസത്തിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് എപ്പോഴും നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മിക്ക മാസങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പോയില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പോണത് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗായിട്ട് ഒരു കുട്ടി വ്ളോഗ് പോലെ അതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയേട്ടാ. അപ്പോൾ അതേ അമ്പലത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ തൊഴുത് കഴിഞ്ഞ് അവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ എല്ലാവരും കാലത്തെ വന്ന് തൊഴുത് പോയി, ജോലിക്കാരാണ് കൂടുതലുള്ളത്. അത് കാരണം എല്ലാവരും വന്ന് തൊഴുത് പോവുകയും ചെയ്തു. അത് കാരണം അത്ര തിരക്കുണ്ടാവില്ല. പിന്നെ ഇനി ഒരു 9:30-10 മണി ആ സമയമാകുമ്പോഴേക്കായിരിക്കും എല്ലാവരും വരണത്. അപ്പം ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പം തന്നെ പോവുകയാണ് ചെയ്തേട്ടാ. അപ്പോൾ നമുക്ക് പുഷ്പാഞ്ജലൊക്കെ എഴുതേണ്ടത്, നമുക്ക് പുഷ്പാഞ്ജലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് ഫോട്ടോ എടുക്കണമായിരുന്നു. ആ ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് കിട്ടിയ ആ ഒരു ക്ലിപ്പിംഗ് ആണ് കേട്ടോ കഴിച്ചത്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്ന വഴിക്ക് ഇവർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണേണ്ട. അപ്പോൾ എൻ്റെ ചേട്ടനും നാത്തൂനും ഉണ്ടാ. അപ്പോൾ അവരിത് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കണേണ് വ്ളോഗ് എടുക്കണേന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അത് അവർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ട്രോളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനതൊന്നും നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ ഫൈനൽ വീടെത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. വീട്ടിൽ വന്നെത്തി എപ്പോഴും മഴ അങ്ങോട്ട് പോയി ഒരുമിച്ചായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ കുറച്ച് നേരം നിന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ടോ. അപ്പോൾ അതേ നല്ല മഴയായിരുന്നു. വീടെത്തലും മഴ വെയിലും ഒരുമിച്ചായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഗൈസ്. പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ പാല് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയും സാമ്പാർ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചായയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ചായയും കൂടെ ഒരു പിടിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. അപ്പോൾ ആ വടയും കൂടെ ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഓൾറെഡി കലാമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വടയും കൂടെ വെച്ചത് അതൊരു പിടിക്കാമെന്ന് വെച്ചിട്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ സമയത്തുണ്ട്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ ലവ് യു, ബൈ.